ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു ചോദ്യോത്തര രീതിയിലാണ് ഈ പഠനത്തിലൂടെ കടന്നു പോകുന്നത്. എന്നോടൊപ്പം ചേരുന്നത് പാസ്റ്റർ വർഗീസ് ജോർജ്. പാസ്റ്റർ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ് കൃപാവരം ശുശ്രൂഷ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണല്ലോ പ്രവചനപരം എന്ന് പറയുന്നത്. ഈ പ്രവചനപരം മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ആളുകളുടെ ഭാവി പറയുന്നൊരു നിലയിലേക്ക് ആണ് മിക്കവാറും ശുശ്രൂഷിക്കപ്പെടുന്നത്. അവിടെ ഒരു ചോദ്യം, ഒരു പുതുനിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതീക്ഷ ഇപ്പോൾ തന്നെ കർത്താവ് വരുമെന്നല്ലേ. അപ്പോൾ ആ പ്രതീക്ഷയോടിരിക്കുന്ന ഒരു ദൈവവേദന 1 വർഷം കഴിഞ്ഞ് സംഭവിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് ഒരു വാദത്തം കൊടുക്കൂ. അത് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുമെന്നൊരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറാണ് ഇപ്പോഴും കർത്താവ് നമ്മളെ കാണിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചർ. അതിൻ്റെ ആവശ്യം നമുക്കില്ല. ആ 2007 മറ്റോ തോന്നുന്നു ഒരു വലിയൊരു പ്രവചനം ഒരു കാത്തലിക് ചർച്ചിൽ നിന്ന് വന്ന ഒരു സഹോദരി നടത്തി. 2020 ഇന്ത്യ മുഴുവൻ ക്രിസ്തീയ രാജ്യമാണ്. ആദ്യത്തെ 7 വർഷം ഭയങ്കര നല്ല കാലവും പിന്നെയുള്ള 7 വർഷം പീഡനകാലമായിരിക്കും. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഒരു യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ടാവും. സഫയർ യൂണിവേഴ്സിറ്റി എന്നായിരിക്കും എൻ്റെ പേര്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇവിടെ വചനം പഠിക്കും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസിഡന്റിലെ ക്രിസ്ത്യാനികളായിരിക്കും. ഇപ്പോൾ 2007 ഇത് കേട്ടപ്പോൾ എന്നോട് പലരും വിളിച്ചു ചോദിച്ചു, ഈ പ്രവചനം ഇതിനെക്കുറിച്ച് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ഒത്തിരി ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു 14 വർഷത്തിനപ്പുറത്തേക്കുള്ളൊരു ചരിത്രം ഇങ്ങനെ ഒരാൾക്ക് പറയുകയാണെങ്കിൽ അത് പേഴ്സണൽ പ്രവചനമല്ല, അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്നൊരു പ്രവചനമാണ്. ലോകത്തെ മുഴുവൻ ബാധിക്കുന്നൊരു പ്രവചനം ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 2 അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2 ചേർത്തിട്ട് ഇവരുടെ പ്രവചനം രേഖപ്പെടുത്തേണ്ടി വരും. അതല്ലാതെ ഇത് ഫിറ്റാവത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇത് ഫിറ്റാവുകയില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഇങ്ങനൊരു സ്കീം നമ്മൾ കാണുന്നില്ല. മാത്രമല്ല 14 വർഷത്തേക്ക് ഇനി കർത്താവ് വരില്ലെന്നും. അതെ, 14 വർഷം ഇനി ഇവിടെയുള്ള കഷ്ടപ്പാടുള്ള ഈ ലൈഫാണെന്നുമുള്ള ഒരു പ്രശ്നം. അതിൻ്റെ കൂടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെമോഗ്രഫിക്കൽ ബൗണ്ടറി ഉള്ള ഒരു രാജ്യത്തിൽ ദൈവത്തിന് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ഒരു ഐഹിക രാജ്യം ദൈവത്തിന് ഐഹിക രാജ്യമല്ലല്ലോ കർത്താവ്. ഐഹിക രാജ്യം നമ്മുടെ എക്സിസ്റ്റൻസിനുണ്ട്. ഈ നാടിൻ്റെ പ്രശ്നമാണ്. അതെ, ദൈവത്തിന് ജനങ്ങൾ മാത്രമേ ഉള്ളൂ. ജാതികൾ, വംശങ്ങൾ, ഗോത്രങ്ങൾ, ഭാഷകൾ. ഈ പൊളിറ്റിക്കൽ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ദൈവം ഉണ്ടാക്കുന്നതല്ല, അത് മനുഷ്യനുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഇന്ന സംസ്ഥാനം, ഇത്ര സിറ്റി, ഇതൊന്നും അല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം. ദൈവത്തിൻ്റെ ലക്ഷ്യം എല്ലായിടത്തും ചിതറപ്പെട്ട് കിടക്കുന്ന അവൻ്റെ വിളി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ പ്രവചനങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് ലോങ് ഡിസ്റ്റൻസ് പ്രവചനങ്ങൾ, അതായത് ലോങ് ഡ്യൂറേഷനിലോട്ട് പോകുന്ന പ്രവചനങ്ങൾ ഒരു കാരണവശാലും അത് പുതിയ നിയമത്തിൽ ഒരിടത്തും നമ്മൾ കാണുന്നില്ല. വെളിപ്പാടിലല്ലാതെ പുതിയ നിയമത്തിൽ ഒരിടത്തും കാണുന്നില്ല. ഇപ്പോൾ അഗബോസ് പറയുന്നത്, നീ യെരുശലേമിലേക്ക് പോയാൽ നിനക്കെന്ത് സംഭവിക്കും എന്നാണ്. അല്ലെങ്കിൽ യെരുശലേമിൽ ഒരു ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു. അത് ഉടൻ സംഭവിക്കുന്ന കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ ഡിസ്റ്റൻറ്റ് തിങ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നടക്കുന്ന ഫ്യൂച്ചർ അത് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് ഒരു ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചറിലേക്ക്, ഇപ്പോൾ 2025 നിനക്ക് അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നത് അത് ഒരു ദൈവത്തിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ. അത് മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം. അതൊരു പ്രശ്നമായിരിക്കെ തന്നെ എന്തിനാണൊരു വിശ്വാസി നാളെക്കുറിച്ച് ചിന്തിക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. വൈ ഷുഡ് യു തിങ്ക് അബൌട്ട് ടുമോറോ? നാളെ എന്ത് സംഭവിച്ചാൽ ഇവൻ എന്താണ്? അഗബോസ് പൗലോസിനോട് ഇതിനെ പിടിച്ചുകൊണ്ട് വന്നു. പൗലോസ് എന്താ ചെയ്തത്? പൗലോസ് അത് മൈൻഡ് ചെയ്തതേ ഇല്ല. പൗലോസ് പറഞ്ഞത്, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിരുന്നല്ലോ. അപ്പോൾ പിന്നെ നാളെ ഇത് പിടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ഡസ് നോട്ട് അഫക്ട് മീ. ഇത് ക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവമാണ് പൗലോസ് അവിടെ കാണിച്ചതായിട്ട്. കാരണം ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്കത് കാണാൻ കഴിയും. അതായത് അവൻ്റെ ആരോഹണത്തിനുള്ള സമയം തികയാറായപ്പോൾ അവൻ യെരുശലേമിനെ ലക്ഷ്യം വെച്ച് മനസ്സുറപ്പിച്ചു എന്നൊരു വേർഡ്. അതായത് പിന്നെ ഒന്നിനാലും സ്വാധീനിക്കപ്പെടുന്നത്. അതാണ് പൗലോസ് അവിടെ ആക്ച്വലി ഡെഫക്ട് ചെയ്തത്. അത് പ്രവചനം വന്നിട്ട് പോലും അല്ല, പൗലോസിനോട് കർത്താവ് പറഞ്ഞ പൗലോസിനെ അറിയാം. അതെ, ആ പുതിയ നിയമ പ്രോഫസി എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത അതാണ്. പുതിയ നിയമ പ്രോഫസി ഒരാളുടെ പേര് ഒന്നും പറയുന്നില്ല. നീ ഇന്നത് ചെയ്യണമെന്ന് പറയുന്നില്ല. ഇപ്പം എന്നോട് ഇന്നത് ചെയ്യണമെന്ന് പറയാൻ പ്രവാചകന് പറ്റത്തില്ല. കാരണം എന്നോട് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് പറയേണ്ടത്, പോകണോ വേണ്ടയോ. പ്രവാചകനല്ല. പ്രവാചകൻ എനിക്ക് കാണിച്ചു തരുന്നത് എനിക്ക് ആത്മീയവർദ്ധന വരുത്താൻ വേണ്ടിയുള്ള സപ്ലിമെൻ്ററി ആണ്. അതായത് അവിടെ പോയാൽ നിന്നെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ എനിക്കുള്ള സ്പിരിച്വൽ ഗ്രോത്ത് എന്താണ്? ഞാൻ പറയാണ്, പിടിച്ചുകൊണ്ട് പോകട്ടെ, കൊല്ലുവാണെങ്കിൽ സാരമില്ല. അപ്പോൾ അതെൻ്റെ സ്പിരിച്വൽ ഗ്രോത്താണ്. അപ്പോൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയാണ് പ്രവാചകന്മാരുടെ പണി. അപ്പോൾ ശരിക്കും ഞാൻ എന്ത് ചെയ്യണമെന്ന് പുതിയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് പറയാൻ റൈറ്റില്ല. പഴയ നിയമത്തിൽ പറയണമായിരുന്നു. കാരണം പഴയ നിയമത്തിൽ ഈ പ്രവാചകനിലൂടെ അല്ലാതെ ദൈവം സംസാരിക്കുന്നില്ല, ദൈവം ഇടപെടുന്ന ആലോചനയില്ല. ഇപ്പം രാജാവിന് യുദ്ധത്തിന് പോകണോ വേണ്ടോ എന്നറിയാൻ ആ പ്രവാചകൻ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എന്താ? രാജാവിനോട് ദൈവം സംസാരിക്കുന്നില്ല, പ്രവാചകനിലൂടെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് ഓരോ വ്യക്തിയിലൂടെ ഇപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് പറയാൻ പറ്റുന്ന കർത്താവ് എന്നോടത് പറയാതെ വേറൊരാളോട് പറഞ്ഞിട്ട്
എൻ്റെ ഉള്ളിൽ കർത്താവ് ഉള്ളപ്പോഴാണെന്ന് വിചാരിക്കണം. ആ വെളിപ്പാട് ഒരിക്കലും നമുക്ക് മറഞ്ഞിരിക്കുന്നില്ലാത്ത പുത്രത്വം നമുക്കുള്ളപ്പോൾ തന്നെ വേറൊരാൾ വന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ എൻ്റെ മനസ്സിന് എത്തിപ്പറ്റാൻ പറ്റാത്തൊരു വിഷയത്തിൽ എന്നെ ഒരുക്കാൻ ആ പ്രവാചകന്മാരെ ഉപയോഗിക്കാം. അതേസമയത്ത് ഞാൻ ഇപ്പോൾ സുശേഷയിലേക്ക് പോകണം, ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറയാൻ എന്നോട് പറയുന്നതല്ലേ കർത്താവിന് ഏറ്റവും എളുപ്പം. തീർച്ചയായിട്ടും. പക്ഷെ ഒരു കൺഫർമേഷനായിട്ട് വേണമെങ്കിൽ അത് വരുമായിരിക്കാം. പക്ഷെ ഞാനാണ് തീരുമാനിക്കുന്നത് അൾട്ടിമേറ്റ്ലി പോകണം. അതുപോലെ തന്നെ ഞാൻ കേൾക്കുന്ന ദൈവാലോചന ഞാനൊരു പക്ഷേ തിരസ്കരിക്കുന്നവനാണെങ്കിൽ വാണിംഗ് ആയിട്ട് മറ്റൊരു ദൈവദാസനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് എപ്പോഴും പ്രവചനം അങ്ങനെ വരാം, എങ്ങനെയും വരാം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഡയറക്ഷൻസ് എനിക്ക് തരാൻ ദൈവത്തിന് ഒരാളുടെ സഹായം ആവശ്യം വേണ്ട. അവിടെയാണ് ഒരു മധ്യസ്ഥന്റെ ശുശ്രൂഷ എന്നുള്ള നിലയിൽ ഒരാൾക്ക് നിൽക്കാൻ ദൈവവചനത്തിൽ അടിസ്ഥാനമില്ല. നമ്മൾ പുതിയ നിയമത്തിൽ പലപ്പോഴും പുതിയ നിയമസഭ അത്രയൊന്നും ചിന്തിക്കാതെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരുന്നത്. ഓക്കെ, പുതിയ നിയമത്തിൽ മധ്യസ്ഥൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതെ, വേറൊരു മധ്യസ്ഥനെയും ദൈവം അനുവദിക്കുന്നുമില്ല. അത് നീങ്ങിപ്പോവുകയും ചെയ്തു. അതായത് ക്രിസ്തുവിന് മുമ്പ് മധ്യസ്ഥന്മാരും അഭിഷിക്തന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിന് ശേഷം യേശുക്രിസ്തു എന്ന ഒരൊറ്റ അഭിഷിക്തൻ മാത്രമേ ഉള്ളൂ. അതെ, മധ്യസ്ഥനും യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ മനുഷ്യരുടെ മധ്യസ്ഥത എന്ന് പറയുന്നത് ദൈവം ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അത് ഏത് പ്രവാചകനായാലും ദൈവം അത് അംഗീകരിക്കില്ല. ഞാൻ ചോദിക്കാൻ വന്ന അത് ഈയിടെ ഒരു പത്രത്തിലൊരു പരസ്യം കണ്ടു, നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ഞങ്ങളെ വിളിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥിച്ചോളാം. അപ്പോൾ പ്രാർത്ഥന ആ ഒരു നിലവാരത്തിലേക്ക് ദൈവജനത്തിൽ കാണുന്നുണ്ടോ? അതായത് കുറേ പേര് മറ്റുള്ളവരുടെ വിഷയങ്ങൾ. ഞാനൊരു ചോദിക്കട്ടെ, ബൈബിളിൽ എവിടെയെങ്കിലും പ്രാർത്ഥനാപരമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ എവിടെയെങ്കിലും പ്രാർത്ഥനാപരമുള്ള ആളുകൾ അങ്ങനെ ഒരു പ്രയോഗമുണ്ടോ? പ്രാർത്ഥനാ വരം എന്ന് പറഞ്ഞൊരു വരമുണ്ടോ? ആ വരങ്ങളുടെ ലിസ്റ്റിലൊന്നും പ്രാർത്ഥനാവരം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. എങ്ങനെയോ നമ്മൾ ചിന്തിച്ചിരിക്കുന്നു പ്രാർത്ഥനാവരമുണ്ട്, അയാൾക്ക് പ്രാർത്ഥനാവരമുള്ള ആളാണ്. അങ്ങനൊരു വരമില്ല. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇയാളൊരു പ്രാർത്ഥന വാറിയറാണ്, പ്രയർ വാരിയർ, പ്രാർത്ഥനാ വീരൻ. അതെ, ഉദ്ദേശിക്കുന്ന വാറിയർ, വാരിയർ, യുദ്ധവീരൻ. അപ്പോൾ ഈ പ്രയോഗങ്ങളൊക്കെ മനുഷ്യൻ്റെ റിലീജിയോസിറ്റിയിൽ നിന്ന് വരുന്നതാണ്, ബൈബിളിൽ നിന്ന് വരുന്നതല്ല. ബൈബിളിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് മക്കൾ അപ്പനോട് നടത്തുന്ന സംഭാഷണമാണ്. അതെല്ലാ മക്കൾക്കും ഈക്വൽ റൈറ്റാണ് അപ്പൻ്റെ അടുത്ത് എഴുതാനുള്ളത്. അതേസമയം തന്നെ പൗലോസ് പറയുന്നുണ്ടല്ലോ എഫേസ്യർ 6-ാം അധ്യായത്തിൻ്റെ 19 എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് ഞാൻ സംസാരിക്കുമ്പോൾ അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടത് പ്രാർത്ഥിപ്പിക്കുക. അപ്പോൾ മറ്റൊരാൾ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പം പ്രാർത്ഥന കേൾക്കുന്നയാളും പ്രാർത്ഥിക്കുന്ന ആളുടെ ഇടയിലാണ് മധ്യസ്ഥൻ്റെ സ്ഥാനം. ഇപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ ഏത് മധ്യസ്ഥ എന്നൊരു വാക്ക് വരുമ്പോഴത്തേന് മദ്യം എന്ന് പറഞ്ഞാൽ മിഡിലാണ്. അപ്പോൾ മധ്യത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടുപേരുടെയും മിഡിലിൽ നിൽക്കുക എന്നാണ് അർത്ഥം. പക്ഷെ പുതിയ നിയമത്തിലെ പ്രാർത്ഥന അങ്ങനെയല്ല, ഒപ്പം നിൽക്കുക ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പാസ്റ്ററിനൊരു വിഷയം ഉണ്ടെങ്കിൽ ഞാൻ പാസ്റ്ററുടെ ഒപ്പം കൈകോർത്താണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഞാൻ ദൈവത്തിനും പാസ്റ്ററുടെ ഇടയിൽ നിൽക്കുകയല്ല. അപ്പോൾ പുതിയ നിയമത്തിലെ പ്രാർത്ഥന എനിക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചാലും പാസ്റ്ററിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാലും അതൊന്നിച്ച് പ്രാർത്ഥിക്കണം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളത് ഒരേ ആക്സസ്സാണ്. ഇപ്പോൾ പൗലോസ് മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്, അവരോട് ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രാർത്ഥനകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഒരുമയെയും ഒന്നിച്ചുള്ള പ്രാർത്ഥനയുമാണ് കാണിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്പെഷ്യൽ റൈറ്റ്സ് ഇല്ല. ദൈവത്തിൻ്റെ അടുത്ത് എനിക്കില്ലാത്ത ആക്സസ് വേറെ ഒരു മകനും ഇല്ല, ഒരു മകൾക്കും ഇല്ല. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം പലരെയും വഞ്ചിക്കുന്നത് ഈ റിലീജിയസിറ്റി വെച്ചാണ്. ഞാൻ പ്രാർത്ഥിച്ച് സാധിച്ചു തരാമെന്ന് നിങ്ങളോടൊരാൾ പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കില്ല, എന്തിനാണ് അദ്ദേഹം പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധിക്കുന്നതിനാണ്? അപ്പോൾ ദൈവത്തിന് മേൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ പിതാവായ ദൈവമാണ്. അപ്പോൾ എനിക്കൊരു മധ്യസ്ഥനില്ലാതെ പിതാവിൻ്റെ അടുത്തേക്ക് പുത്രനിലൂടെ ചെല്ലാൻ പറ്റും എന്ന് ഒരു ബോധ്യം പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരു രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദനയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട് എങ്കിൽ ആ ആത്മാവ് തന്നെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ഒരു ദൈവവേദനാണ്. ദൈവവേദനയുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയുന്ന ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും അതാണ് ഈ കാത്തലിക് ചർച്ചിൽ സംഭവിച്ചത്. ഇപ്പോൾ ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ കാണുന്നത് കാത്തലിക് ചർച്ചിൽ കാണുന്ന അതേ വിശ്വാസ രൂപത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. കാത്തലിക് ചർച്ചിൽ ഒരാളോട് ചോദിച്ചാൽ അയാൾ പറയും, ഞാനൊക്കെ ഈ ലോകത്ത് ഇങ്ങനെ നമ്മൾ സാധാരണ ബിസിനസ് ജീവിക്കുന്നതാണ്, നമ്മളെത്ര വിശുദ്ധനെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കില്ല, എനിക്കങ്ങനെ കർത്താവിൻ്റെ അടുത്ത് എല്ലാം പറ്റത്തില്ല, എനിക്കത് പറ്റത്തില്ല ബ്രദർ. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വിശുദ്ധന്മാരായ ആൾക്കാർ എൻ്റെ കാര്യം പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്.
അന്തോണിസ് പുണ്യാളനുണ്ട്, സെബസ്ത്യാനസ് പുണ്യാളനുണ്ട്. അപ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും. കാരണം അവർ ദൈവത്തിനോട് ഒത്തിരി അടുത്ത് ജീവിച്ചവരാണ്. പക്ഷെ അവരെല്ലാം മരിച്ചുപോയവരാണ്. എന്നാൽ പെന്തക്കോസിൽ എന്താ സംഭവിക്കുന്നത്? ഒരാൾ പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് കേൾക്കില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, തലവേദന മാറുന്നില്ല, വയറുവേദന മാറുന്നില്ല. അപ്പോൾ ഒരാൾ പറയാണ്, നിങ്ങൾ ഇന്ന ബ്രദറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, അയാളുടെ പ്രാർത്ഥന ദൈവം. അപ്പോൾ അവിടെ ആ മനുഷ്യൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും, നിങ്ങൾ പ്രാർത്ഥിച്ച കേൾക്കില്ല. അപ്പോൾ മധ്യസ്ഥന്മാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഇറക്കിക്കൊണ്ട് വന്നിട്ട്, കാത്തലിക്കിൽ നിന്ന് യാക്കോബയിൽ നോക്കി ഇതിനകത്ത് ഇറക്കിക്കൊണ്ട് വന്നിട്ട് അവിടുത്തെ മധ്യസ്ഥന്മാർ മരിച്ചുപോയി. 5 രൂപ സ്തോത്രം അയച്ചിട്ടാലും 500 ഇട്ടാലും തിരിച്ചറിയാൻ പോലും അവർക്ക് പറ്റത്തില്ല. ഒരു കണ്ണാടിക്കൂടിനകത്തായിപ്പോയി. ഇവിടുത്തെ മധ്യസ്ഥന്മാരെന്ന് പറയുന്നത് മരിച്ചു പോയിട്ടില്ലെന്ന് മാത്രമല്ല, അവർ 50 കൊണ്ടും 500 കൊണ്ടും തൃപ്തരാകുന്നവരുമല്ല. എന്ന് മാത്രമല്ല, നിങ്ങളെ ജീവിതകാലം മുഴുവൻ അടിമകളാക്കാനും, നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഇവരെ വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, അതായത് ഒരു ആത്മീക അടിമത്തത്തിലേക്ക്, നിങ്ങളെ പിള്ളേരെ കല്യാണം കഴിപ്പിക്കുമ്പോൾ, കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു അടുപ്പമില്ലാതെ ഈ മധ്യസ്ഥന്മാരെ വിളിക്കേണ്ട, ജീവനുള്ള മധ്യസ്ഥന്മാർ, പാപത്തിൽ ജീവിക്കുന്ന ജീവനുള്ള മധ്യസ്ഥന്മാരെ വിളിച്ച് അവർക്ക് പൈസ കൊടുക്കേണ്ട അവസ്ഥയിലുള്ള ആ അടിമത്തത്തിലേക്കാണ് ഈ വ്യവസ്ഥ കൊണ്ടുപോകുന്നത്. അതിനകത്ത് ഒരു പ്രധാന കാര്യം കഴിഞ്ഞ നാളുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കാതെയല്ല മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. പ്രാർത്ഥിച്ചു, മറുപടി ലഭിച്ചില്ല, അപ്പം കുറേ പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ഈ ഇപ്പോഴത്തെ ഭാഷയിൽ പറയുന്നതാണെങ്കിൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, എന്നിട്ടും മറുപടി ലഭിക്കുന്നത്. അപ്പോഴാണ് ഒരു പ്രവാചകൻ്റെയോ മറ്റോ അടുത്ത് വല്ലതും പോകാൻ പറയും, ഇത് തടസ്സപ്പെട്ടിരിക്കുകയാണ്, അതിന് 3 ദിവസം കൂടെ ഉപവസിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന തടസ്സപ്പെടുമോ? ഒരു ദൈവവൈതലിൻ്റെ പ്രാർത്ഥന, പുതിയ നിയമ വിശ്വാസിയുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ ആർക്ക് കഴിയും? ഇതിപ്പോൾ നാം തടസ്സപ്പെടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ഇത് കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കും, അപ്പോൾ ദാനിയേലിനോടുള്ള മറുപടി തടഞ്ഞ പാഴ്സലായി അതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്ന് ദാനിയേലിൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നില്ല, അതായത് ആത്മാവ് വസിക്കുന്നില്ല. അതെ, ദൈവാത്മാവിനോട് നമുക്ക് ആത്മാവിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്താണ് അത് സംഭവിക്കുന്നത്. മാത്രമല്ല, ഈ പാഴ്സലായത്തിൻ്റെ പ്രഭു ക്രൂശിൽ യേശുക്രിസ്തുവിൻ്റെ കാൽക്കീഴിൽ പെടുന്നതിന് മുമ്പുള്ള കാലമാണ്. അപ്പം യേശുക്രിസ്തു ക്രൂശിൽ ഈ സകല അധികാരത്തെ അടിയറ വെപ്പിച്ചു എന്ന് പറയുകയും തൻ്റെ മക്കളെ സ്വതന്ത്രരാക്കി എന്ന് പറയുകയും ചെയ്യുമ്പോൾ വീണ്ടും ഈ ദുരാത്മാക്കൾ പ്രാർത്ഥന തടഞ്ഞു. പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ശക്തിയെ ഇവർ വളരെ കുറച്ച് കാണിക്കും. മാത്രമല്ല, ഈ മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ നിന്നും, ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്നും, ഞാനും പിതാവും നിങ്ങളുടെ ഉള്ളിൽ നിന്നും പറയുമ്പോഴാണ് മറുപടി തരേണ്ട ആൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ ഒരു ഗുണമുണ്ട്, ഈ മറുപടി തടസ്സപ്പെടുമെന്ന് പറയുന്ന ഈ പ്രവാചകന്മാർ ക്രിസ്തു ഉള്ളിലുള്ള കാര്യം പറയാറില്ല. ചോദിക്കുന്നവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അല്ല, ഇവർക്ക് അത് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം ഇവരിപ്പോഴും പഴയതിൻ്റെ ആൾക്കാരാണ്. അതായത് ഇവർക്ക് ക്രിസ്തു വന്ന കാര്യം പോലും അവരുടെ മനസ്സുകൊണ്ട് ആത്മാവുകൊണ്ട് അറിഞ്ഞിട്ടില്ല. പഴയ നിയമത്തിൽ ആ ഒരു ഇതിനിടയിൽ യേശുക്രിസ്തു വന്നതും നമുക്കായി മരിച്ചതും പുനരുത്ഥാനം ചെയ്തതൊന്നും ഇവർ നോട്ട് ചെയ്തിട്ടില്ല. അവർക്ക് ബുദ്ധി കൊണ്ട് ഹിസ്റ്റോറിക്കലി അറിയാമെങ്കിലും അതൊന്നും ജീവിതത്തിലേക്ക് നോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ലോകത്തെക്കുറിച്ച് ഉള്ള പ്രസംഗങ്ങളും പഴയ നിയമത്തിലെ പ്രസംഗങ്ങളുമായിട്ട് ഇവർ ഇപ്പോഴും ജീവിക്കുന്നത്. നന്മ ചെയ്താൽ ദൈവത്തിനെ അനുഗ്രഹിക്കും, സ്വർഗത്തിൽ കൊണ്ടുപോകും, തിന്മ ചെയ്താൽ നരകത്തിൽ പോകും. ഇങ്ങനെയുള്ളൊരു പ്രിൻസിപ്പിളിലോട്ട്, അതായത് പഴയ നിയമത്തിൽ നീ മര്യാദയ്ക്ക് ജീവിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്ന് പറയുന്ന ആ ഒരു തത്വത്തിന് മുകളിലോട്ട് ഇവർ വളർന്നില്ല. മറ്റ് മതങ്ങളെ പോലെയുള്ള ഒരു അത്രയും മാത്രമായിട്ട് മാർഗവും മാറുന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി തരേണ്ട കർത്താവും പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കുന്ന ആത്മാവും ആത്യന്തികമായ പിതാവും പുത്രനും പരിശുദ്ധാവും നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു ബോധ്യത്തിൽ ജീവിക്കേണ്ട ദൈവം അത് നഷ്ടപ്പെട്ടിരിക്കുക. ഒരു കണക്ഷനില്ല. ദൂരെ കാണുന്നൊരു മൂർത്തിയെ പോലെയാണ് കർത്താവ്. അപ്പോൾ അതിനേക്ക് കണക്ട് ചെയ്യുന്ന കുറേ ബ്രദർമാരുണ്ട്. ഇനി ന്യൂ ജനറേഷൻ ചർച്ചുകൾ മൊത്തം അതാണ് പരിപാടി. ന്യൂ ജനറേഷൻ ചർച്ച് ലീഡേഴ്സിനെ നിങ്ങൾ ആലോചിച്ചെങ്കിൽ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ആൾക്കാർ ചിന്തിക്കുന്നത് അവരെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണം, അവരൊന്ന് കണ്ട് അവർ നമ്മളെക്കാൾ കഷ്ടമായിരിക്കും അവരുടെ സ്ഥിതി. അറിയത്തില്ല, മനുഷ്യനാണ്, എല്ലാം ബലഹീനരാണ്. ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുന്ന കൃപാദാനം സകല മക്കൾക്കുള്ളതാണ്. എന്ത് ചെയ്യാനാണ് ഇത്? മനുഷ്യർ പക്ഷേ ഇൻക്യൂറബിളി റിലീജിയസ് ആണ്. അവർക്ക് ആരെങ്കിലും വേണം, ഈ മിഡിൽമെൻ ഇല്ലാതെ പറ്റിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള മണ്ടത്തരങ്ങളിൽ അബദ്ധങ്ങളിലൊക്കെ പോയി. മാത്രമല്ല, മുമ്പേ നമ്മളൊരു വാക്യം നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞു പോയിരുന്നു, ഫിലിപ്പിയർ 4:6, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. പക്ഷെ അവിടെ തരുന്ന കാര്യം പ്രാർത്ഥനയുടെ മറുപടി എന്നതിനേക്കാൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ആ സമാധാനം യഥാർത്ഥത്തിൽ ലഭിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് സമാധാനം ലഭിക്കുന്നില്ല? ഒരുപക്ഷെ ആ വിഷയം പൂർണ്ണമായിട്ടും കർത്താവിന് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം. അത് മാത്രമല്ല, അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിൽ എനിക്ക് സമാധാനം വേണം. ഇപ്പം ഞാനൊരു എക്സാം എഴുതി തോറ്റു,
അല്ലെങ്കിൽ ജയിക്കണം. ഇപ്പം ഞാൻ കർത്താവിനോട് പറയണേ, കർത്താവേ എനിക്ക് എക്സാം പാസ്സാക്കി തരണം, അല്ലാതെ എനിക്കൊരു സമാധാനമില്ല. കർത്താവ് നമുക്ക് പറയണം, ആത്മാവ് നമ്മൾ പറയാണ്, എടാ തോറ്റാലും സാരമില്ല, നിൻ്റെ ഭാവി അതല്ല, നിനക്ക് ഞാൻ വേറൊരു വഴിയാണ് വെച്ചിരിക്കുന്നത്, വിട്ടേക്ക്, വിഷമിക്കണ്ട, നീ ജീവിതത്തിൽ തോക്കാതിരുന്നാൽ മതി. നീ ഏതായാലും എൻ്റെ മകനാണല്ലോ. എനിക്കതുകൊണ്ട് തൃപ്തിയില്ല. ഞാൻ പിന്നെയും ചെന്ന് എന്താ ചെയ്യുന്നത്, എക്സാമിനേഷന് പാസ്സായാലേ എനിക്ക് സമാധാനമുള്ളൂ. അപ്പം സമാധാനം ദൈവം തരുന്ന സകല ബുദ്ധിയും കവിയുന്ന സമാധാനമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന ഒരു സമാധാനമുണ്ട്. അതാണ് നമുക്ക് കുറച്ചുകൂടി പ്രഷ്യസ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സമാധാനം കിട്ടാത്തത്. സമാധാനം ദൈവം നമുക്ക് തരുന്നത് കർത്താവിൻ്റെ സമാധാനമാണ്. അത് ഇങ്ങനെയാണ്. ഇപ്പം എനിക്കൊരു സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചോ. ഈ സാമ്പത്തിക പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ എൻ്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ നീ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിച്ചു കഴിയുമ്പം എൻ്റെ സാമ്പത്തിക പ്രശ്നം മാറുന്നില്ല. അപ്പം ഞാൻ കൂടുതൽ ദുഃഖിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിലൊരു സമാധാനം. അപ്പോൾ ആൾക്കാർ വിചാരിക്കും അവൻ ഇപ്പോഴും വലിയ സാമ്പത്തിക ക്രൈസിലാണല്ലോ, പിന്നെ എന്താ ഇങ്ങനെ നടക്കുന്നത്. അത് ബുദ്ധിക്ക് മനസ്സിലാവില്ല. അത് ആന്തരികമാണ് സമാധാനം. ഇതാണ് കർത്താവ് തരുന്ന സമാധാനം. നമ്മുടെ ക്രൈസിസ് മാറുക എന്നുള്ളതല്ല, അതിനു മുകളിൽ വിശദീകരണത്തിലേക്ക് ദൈവം ഇതൊരുക്കി ഇതിനകത്തൊരു പദ്ധതിയുണ്ട്. തീർച്ചയായിട്ടും ആ പദ്ധതിയിലൂടെ ഞാൻ ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടി കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് വേറൊരു വഞ്ചന, ഈ പ്രാർത്ഥിക്കുന്നതിലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ആൾക്കാർ, അതായത് സാധാരണ ആളുകൾ പറയുമല്ലോ, ഇതോടെ വിടുതലാണ്, ഇന്നത്തോടെ വിടുതലാണ്. ഒന്നും നടക്കുന്നില്ല, വെറുതെയാണ്. ഒരു 100 കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യങ്ങൾ നടക്കും, അല്ലെ 3 കാര്യങ്ങൾ നടക്കും, 5-6 കാര്യങ്ങൾ നടക്കും. ബാക്കി 95 ടൈംസും ഇത് ഒരു എക്സ്പെരിമെൻ്റാണ്, ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ്. അതാണ് ഈ ഞാൻ പലപ്പോഴും അതിനെ ഒരു ഉപമയായിട്ട് പറയാറുള്ളത്. ഈ ശമരിയക്കാരി സ്ത്രീ വന്ന് കർത്താവായിട്ടുള്ള കോൺവെർസേഷനിൽ കർത്താവ് സ്ത്രീയോട് പറയുന്നുണ്ട്, ഈ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ നീ വീണ്ടും ദാഹിക്കും. ഈ വെള്ളമാണ് ഇന്ന് പലപ്പോഴും ആളുകൾക്ക് കിട്ടുന്നത്. കാരണം അവർ ഈ ദാഹം തീർക്കാൻ വേണ്ടിയാണ് വീണ്ടും വരുന്നത്. അതിനെ ഒരു റിലീജിയോസിറ്റി, ആത്മീയത, ഉണർവ് എന്നൊക്കെ അങ്ങ് പേര് കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് കേൾക്കാൻ വേണ്ടിയാണ് ദൈവം വിടുവിക്കും. ആ വിടുവിക്കുമെന്ന് പറയുന്നത് കേൾക്കുന്ന ഒരു ആശ്വാസമാണ്. പക്ഷെ അത് ആ ഹോളിന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേന് ആ ആശ്വാസം മാറി, പുതിയ ആവശ്യങ്ങൾ വരും. പുതിയ ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ അത് മാറുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ആദ്യം ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി കിട്ടിക്കഴിയുമ്പോൾ നല്ല സാലറിയാണ്. പക്ഷേ എനിക്കത് പോരാ. എനിക്ക് എങ്ങനെയും ഗൾഫിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ല അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഇതുകൊണ്ട് മതിയാകുന്നില്ല ഈ ഗ്രാറ്റിഫിക്കേഷൻ, ലെവൽ ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ. അത് കഴിഞ്ഞ് അമേരിക്കയിൽ ചെന്ന് വിചാരിച്ചു, ഒരു ജോലി കിട്ടി, അപ്പോൾ നല്ല സാലറി ഉണ്ട്. പക്ഷെ അന്നേരം ഇതും പോരാ, കുറച്ചുകൂടെ സമ്പാദിക്കും. അപ്പോൾ അതനുസരിച്ച് ദൈവം എൻ്റെ പുറകെ ഓടണം. ദൈവം എന്നെ ആദ്യം ഇവിടെ ജോലി തരണം, അതെനിക്ക് മതിയാകാതെ വരുമ്പോൾ അമേരിക്കയിൽ ജോലി തരണം, അവിടെ അത് മതിയാകാതെ വരുമ്പോൾ അതിനേക്കാൾ ബെറ്റർ ജോലി തരണം. പിന്നെ ഞാൻ തിരിച്ചതിനെല്ലാം നന്ദി പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ദൈവം ഒരു ടൂളാണ്, എൻ്റെ ആഗ്രഹങ്ങൾ, അംബീഷൻ സാധിക്കാൻ വേണ്ടി ഒരു ടൂളാണ്. അവിടെ ദൈവഭക്തി അല്ലത്. ഉദാഹരണത്തിന് ഈ മനുഷ്യൻ്റെ ദാഹം എന്ന് പറയുന്നത് ഒരിക്കലും തീരുന്നില്ല. അപ്പോൾ അതാ കർത്താവ് പറഞ്ഞ് വീണ്ടും വീണ്ടും ദാഹിക്കും. അപ്പോൾ ഈ ദാഹത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര കടഭാരമാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, കടഭാരം മാറുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, കടഭാരം മാറ്റുന്ന ദൈവം, പിന്നെ അടുത്ത സമ്പത്ത് തരുന്ന ദൈവമായി. ഈ സമ്പത്ത് കിട്ടിയാൽ മതിയാവൂ. ഇവിടെ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ജോലി കിട്ടി, നല്ല ശമ്പളം, കുടുംബം, എന്ന തൃപ്തിയില്ല. കാരണം ഈ ജോലി തന്ന ദൈവത്തിന് ഇനിയും നല്ല ജോലി തരാൻ പറ്റും. ഉടനെ അടുത്ത രാജ്യത്തിലേക്ക് കടക്കാനുള്ള പരിപാടി. അവിടെ സെറ്റിലാവാനും സമാധാനമില്ല. കാരണം ഇതൊരിക്കലും മനുഷ്യൻ മരിക്കുന്നവരെ അവൻ്റെ ഉള്ളിലുള്ള ഈ മോഹങ്ങൾ തീരില്ല. അവരുടെ സ്പിരിച്വാലിറ്റി അങ്ങനെ തന്നെയാണ്. ദൈവം നമ്മുടെ പുറകെ ഓടുകയാണ്. അതായത് അവൻ്റെ കാര്യം സാധിച്ചു കൊടുത്തേക്കാം. അവന് 10% വെച്ച് ദശാംശം ഇടുന്നവനാണ്. അവനെ വെറുതെ വിടാൻ പറ്റത്തില്ല, അവനെ സഹായിച്ചേ പറ്റും. ഇപ്പോൾ ദൈവം നമ്മുടെ പുറകെ നമ്മുടെ രാജ്യം വലുതാക്കാൻ വേണ്ടി ദൈവം ഓടുകയാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ വരികയല്ല, അവൻ്റെ ഇടുക്കുവടിയിലേക്ക് നമ്മൾ ഒരിക്കലും കയറുന്നില്ല. അതിന് പകരം ഈ പ്രവാചകന്മാരും ശുശ്രൂഷകരെല്ലാവരും കൂടെ നമ്മുടെ ആ വിശാലമായ നാശത്തിലേക്കുള്ള വഴിയിൽ കൂടി യേശുക്രിസ്തുവിനെ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. അപ്പോൾ ശരിക്കും ഇത് മനുഷ്യൻ്റെ രാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യമായിട്ട് ശത്രുത്വമാണ്. ഒന്ന് ഇടുക്ക് വഴിയും മറ്റൊന്ന് വിശാലമായ വഴിയുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദാഹം ഒരിക്കലും തീരാത്ത. ഈ വിശാലമായ വഴിയിലെ ദാഹമാണ് മുഴുവൻ. അപ്പോൾ അതിനെ കാറ്റർ ചെയ്യുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും ശുശ്രൂഷകളുമാണ്. പക്ഷേ ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ തന്നെ ഉള്ള മറ്റൊരു വിഷയമാണ് ഈ ഉപവാസം. ദൈവദിനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ കാണുന്നൊരു പാറ്റേൺ, ഈ ഉപവാസം പ്രഖ്യാപിച്ചപ്പോഴൊക്കെയും ജനം മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും ദൈവത്തോടുള്ള സഹവാസത്തിലേക്കുമൊക്കെയാണ് വരുവാൻ ഇടയായതെന്ന് നമുക്ക് കാണാം. എന്നാലിപ്പം 3, 7, 21, 40 ഇങ്ങനെയൊക്കെയുള്ള എണ്ണം, അതിപ്പോൾ 2 പ്രശ്നമാണ്, 40 39 പ്രശ്നമാണ്. അതൊക്കെ ഇങ്ങനെ ഒരു പാറ്റേൺ എവിടെ നിന്നാണ് ലഭിച്ചത്? നമുക്കൊരു മതം ആവശ്യമാണ്. ആ മതമില്ലാതെ ആൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ കർത്താവ് വേണം. കർത്താവില്ലെങ്കിൽ മതം കൊണ്ട് മാത്രം ഒരു മനുഷ്യന് ഇത്തിരി ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ തന്നെത്താൻ.
ഇപ്പം നമുക്ക് ദൈവത്തിൽ നിന്നൊരു ആശ്വാസം ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെത്താൻ ആശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് പിതാവിനോട് എന്നേക്ക് സമാധാനമുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു സമാധാനം കിട്ടാത്തിടത്തോളം കാലം ഇവർ പ്രവൃത്തികളാൽ ആ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിന് 7 ദിവസം ഇരുന്നു, 40 ദിവസം ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ, ഞാനൊരിത്തിരി ആത്മീകനായി എന്നൊരു ചിന്ത വരും. എന്തൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തു എന്നൊരു ഫീലിംഗ് ഇവർക്ക് വരും. ഈ ഫീലിംഗ് ആണ് ക്രിസ്തീയ മതത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ കർത്താവ് ഈ മതത്തെ എടുത്ത് മാറ്റുക ചെയ്യുന്നത്. അപ്പോൾ ഈ ചിട്ടകൾ അതിൻ്റെ ഇന്ന രീതിയിൽ രാവിലെ എഴുന്നേറ്റ് ഇന്ന രീതിയിൽ ചെയ്യണം, അങ്ങനെയൊന്നുമല്ല. കർത്താവിന് എല്ലാ കാര്യങ്ങളും ആത്മീകമാണ്. അതായത് സ്പിരിറ്റിൻ്റെ പ്രോംപ്റ്റിംഗ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഉപവാസത്തെക്കുറിച്ചുള്ളൊരു പ്രത്യേകത, പുതിയ നിയമത്തിൽ ഒരിക്കലും ഒരിടത്തും ഉപവസിക്കണമെന്നൊരു കൽപ്പനയില്ല. ഉപവാസത്തിൻ്റെ മാതൃകകളേ ഉള്ളൂ. അത് സഭകൾ ഉപവസിക്കും നമുക്ക് കാണാം. സഭ ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു നമുക്ക്. അപ്പോൾ ഉപവാസമുണ്ട്, പക്ഷെ ഉപവസിക്കണം എന്നൊരു കൽപ്പനയായിട്ട് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കണം എന്ന് എല്ലായിടത്തും ഉണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ലേഖനങ്ങളിലും പല പ്രാവശ്യം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഉപവസിക്കണമെന്ന് ലേഖനങ്ങളിൽ ഒരിടത്തുമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വോളണ്ടറി ആയിട്ട് നമുക്ക് ദൈവത്തോട് തോന്നേണ്ട ഒരു അഫെക്ഷനിൽ നിന്നൊരു സ്നേഹത്തിൽ നിന്ന് വരേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഒത്തിരി ക്ലട്ടറുകളായിട്ട് എനിക്ക് മണവാളൻ്റെ കൂടെ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഐ എം ഇൻ ടു സോ മെനി വേൾഡ്ലി തിങ്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് അതിനെ മുറിച്ച് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഡിസിപ്ലിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന ദിവസം, അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൽപ്പന പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് അവർ ഉപവസിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും മണവാളൻ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ഉപവസിക്കാൻ പറ്റില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അതായത് ശരിക്കും ഉപവസിക്കണം നിങ്ങൾ എന്ന് കർത്താവ് പറയുന്നില്ല. ഓക്കെ, ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ജാതി നീങ്ങിപ്പോകില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ക്രൂശിന് മുമ്പാണ്, അതായത് സാത്താനെ തകർക്കുന്നതിന് മുമ്പാണ്. ഇപ്പോൾ സാത്താൻ്റെ അധികാരം, ഡൊമീനിയൻ തകരുന്നതിന് മുമ്പാണ് അത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു എഫേർട്ട് അതിനകത്തുണ്ട്. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സാത്താനെ എന്നേക്കായിട്ട് അടിയറ പറയിപ്പിക്കാം. അപ്പോൾ നമ്മളൊരു കമാൻഡ് മതി ഈ ഡിമോണിക് പൊസിഷനുള്ള ഒരാൾ ഇന്ന് പോകാൻ. അത് നമ്മുടെ ഉപവാസം കൊണ്ടല്ല പോകുന്നത്, ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പോകുന്നത്. ബിക്കോസ് ഈസ് എ വിക്ടോറിയസ് നെയിം, ഇറ്റ്സ് എ വിക്ടോറിയസ് നെയിം. പക്ഷെ എന്നാലും നമ്മൾ ഉപവാസം എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ന ഒരു കൽപ്പന ഉള്ളതുകൊണ്ടോ ഇന്ന രീതിയിൽ ചെയ്യണമെന്നോ ബൈബിളുള്ളതുകൊണ്ടല്ല. എൻ്റെ മൈൻഡിൽ ക്ലട്ടറുകൾ നിറയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറമ്പിലൊക്കെ പുല്ല് മുളച്ച് വളരുമ്പോൾ അതിനെ എടുത്തു മാറ്റുന്ന പോലെയാണ് ഉപവാസത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. അതിനൊക്കെ നമ്മൾ സമയം ചെലവഴിക്കേണ്ടി വരും, മാറിയിരിക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ നമ്മുടെ മൈൻഡിൻ്റെ ക്ലട്ടർ മാറ്റാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1 ദിവസം 2 ദിവസം 3 ദിവസം എന്നുള്ളതല്ല ഇതിനകത്ത്. നമ്മൾ മണവാളൻ്റെ കൂടെ എത്തുന്നവരെ, മണവാളനുമായി സമാധാനത്തിലുള്ള റിലേഷൻഷിപ്പിൽ എത്തുന്നവരെ, അതായത് ഞാൻ എൻ്റെ ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു കോളിംഗ് ആണത്. അത് ഒരിക്കലും കാര്യസാധ്യതയുടെ നിരാഹാര സമരമല്ല. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഉപവസിക്കുമ്പം കർത്താവിന് പ്രത്യേക ഒരു സ്നേഹം വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. വേറെ ആൾക്കാർ വിശ്വസിക്കുന്നത് കർത്താവ് ഇത് സാധിക്കുന്നവരെ, കർത്താവ് ഇത് എനിക്ക് സാധിപ്പിച്ചു തരുന്നവരെ ഞാൻ ഒരു നേരം കഴിക്കുന്നില്ല. ഇങ്ങനെയുള്ള വാശിയും നിരാഹാരവും അല്ല ഇത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ നോൺ വെജിൽ നിന്ന് ഉപവാസം, അല്ലെങ്കിൽ ഞാൻ മീഡിയയിൽ നിന്ന് ഉപവാസം, ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ആ ടെക്നിക്കലി അങ്ങ് ആ ഉപവാസം എന്നുള്ള അനുഭവത്തെ അങ്ങ് ഇതുകൊണ്ട് ഡൈസെക്ട് ചെയ്യാം. ഇതുകൊണ്ട് ചില ഉപകാരങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മീഡിയ എന്നുള്ള ഒരു 5 ദിവസം സെപ്പറേറ്റ് ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് അത് വലിയൊരു കാര്യം. അതൊരു ഉപവാസം തന്നെ ഒരുപക്ഷെ മണവാളനായിട്ട് തടയുന്നതായിരിക്കും. അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്താണോ മണവാളനുമായിട്ട് അടുക്കുന്നതിന് നമ്മളെ തടയുന്നത്, അതിൽ നിന്ന് കട്ട് ചെയ്യാൻ നമുക്കൊരു പ്രാക്ടീസ്. ഇപ്പോൾ ഒരു ഫോണില്ലാതെ എനിക്ക് പ്രയാസമാണ്. കാരണം എപ്പോഴും ഈ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശുശ്രൂഷയിലിരിക്കുന്ന ആൾക്കാരൊരു പ്രത്യേകിച്ചും ഒരു ഇടേൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ആളുകളെ സംബന്ധിച്ച് എപ്പോഴാണ് ഒരാൾക്ക് ആവശ്യം വരുന്നതും നമ്മുടെ അടുത്ത് വരുന്നതും പറയാൻ പറ്റില്ല. അപ്പോൾ സൈലൻറ്റ് മോഡിലാണെങ്കിലും ആ ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെയാണെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ഓപ്പണായിട്ട് എവിടെയെങ്കിലും വെച്ചാലേ പറ്റുള്ളൂ. കാരണം ഇന്ന് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് വലിയൊരു പങ്കും ആൾക്കാരും ഇതിനകത്ത് ചുറ്റപ്പെട്ടിട്ട് കർത്താവുമായിട്ടുള്ള അകലത്തിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് മാറ്റിയുള്ളൊരു ഉപവാസം എന്ന് പറയുന്നത് അതൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ക്ലട്ടർ മാറ്റുന്ന ഒരു പരിപാടിയാണ്. ഇതെല്ലാം മനുഷ്യൻ ഭാഗമായിട്ട് ഇതൊന്നും വലിയ ആഘോഷമായിട്ട് കൊണ്ടു നടക്കാതെ ഇതെല്ലാം കർത്താവുമായിട്ട് പ്രൈവസിയിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു സഭ ഒന്നിച്ച് ഉപവസിക്കുകയാണെങ്കിൽ ആ സഭയിലെ ആൾക്കാർ മാത്രം അറിഞ്ഞാൽ മതി. നമ്മുടെ നാട് മുഴുവൻ ഉപവാസ പ്രാർത്ഥന യജ്ഞം എന്നുള്ള രീതിയിൽ അത് പോകാതെ, ഇപ്പോൾ ഇവിടെയൊക്കെ ചർച്ചകളിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ നാട് മുഴുവൻ നോട്ടീസ് അടിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ വാ, ഞങ്ങൾ മാറ്റിത്തരാം. ആര് മാറ്റും? ഈ ഉപവാസമാണെങ്കിൽ വിഷയങ്ങൾ മാറ്റുന്ന ഒരു വിഷയം പോലും ബൈബിളിൽ പറയുന്നില്ല ഉപവാസമായിട്ട് സംബന്ധിച്ച്. അതെ, ഈ മത്തായി 6 അതാണല്ലോ കർത്താവ് പറയുന്നത്. അതായത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ
പ്രാർത്ഥിക്കുമ്പോൾ ഭിക്ഷ കൊടുക്കുമ്പോൾ ഈ പരീക്ഷന്മാർ ചെയ്യുന്ന പോലെ അരുതെന്നാണ് പറയും. നമ്മളെല്ലാം പേഴ്സണലി ചെയ്യണം, വ്യക്തിപരമായിട്ട്. നമ്മുടെ റിലീജിയോസിറ്റി രഹസ്യമായിരിക്കുകയും അതെ, നമ്മുടെ ലൈഫ് പരസ്യമാവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ പേഴ്സണൽ ബന്ധം നമ്മളും ക്രിസ്തു തമ്മിലുള്ളതാണ്. എന്നാൽ ആ പേഴ്സണൽ ബന്ധത്തിലൂടെ ഞാൻ എങ്ങനെ മാറി എന്നുള്ളത് എൻ്റെ ഫലം അത് വെളിയിൽ കാണുകയും ചെയ്യും. പക്ഷെ ഇന്ന് നമ്മളെ ആൾക്കാർ കാണുമ്പോൾ ഫലമൊന്നും കാണുന്നില്ല, പ്രാർത്ഥിക്കുന്നവരാന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ പ്രാർത്ഥനക്കാരെന്നാണ് വിളിക്കുന്നത്, ജീവിക്കുന്നതില്ല. അപ്പം നമ്മുടെ റിലീജിയസിറ്റി വെളിയിലോട്ട് പോയി, പക്ഷേ ലൈഫ് വെളിയിലോട്ട് പോയില്ല. ഇപ്പം ഇതൊരു വലിയ ക്രൈസിസ് തന്നെ. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ സെഷനിലും ഈ സെഷനിലും കർത്താവ് തൻ്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങൾ, പ്രത്യേകിച്ചും 5 വിധത്തിലുള്ള ശുശ്രൂഷകൾ, ഈ സെഷനിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് പ്രവചനവരത്തെക്കുറിച്ചാണ്. അതിനുശേഷം പ്രാർത്ഥനയെക്കുറിച്ച്, മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ എല്ലാ അനുഭവങ്ങളും നമ്മെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നതായിരിക്കണം, ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത് ആയിരിക്കരുത്. പ്രകാരം ഒരു ദൈവവചനത്തെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്രിസ്ത്യജീവിതം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്ന. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.